ഏയ് ഇതെന്തൊരു സംഭവം എന്നല്ലേ നിങ്ങളെല്ലാവരും ഇപ്പോൾ ആലോചിക്കുന്നുണ്ടാവുക. അതെ, ഇതൊരു സംഭവം തന്നെയാണ്. അതിനെപ്പറ്റി പറയാം. ഇതാണ് നമ്മളെ പരിപാടി നടക്കുന്ന സ്ഥലം. എന്ത് പരിപാടി ആയാലും അതിനൊരു ടിക്കറ്റ് വേണ്ടേ? അപ്പോൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഒരു പരിപാടി എന്നെല്ലാം പറയുമ്പോൾ ആദ്യ ദിവസം തന്നെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഉദ്ഘാടകനെല്ലാം കാണാൻ പറ്റും. ബഹുമാനപ്പെട്ട MLA ശ്രീ PK കുഞ്ഞാലിക്കുട്ടിയാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. പെരുന്നാളിൻ്റെ ദിനം അവധിയല്ലായതുകൊണ്ട് പരിപാടി കാണാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടേനു. അതല്ല, എല്ലാ ആൾക്കാർക്കും പെട്ടെന്ന് റീച്ച് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമായിരുന്നു അത്. അങ്ങനെ ഉദ്ഘാടനമെല്ലാം കഴിഞ്ഞ് ഉദ്ഘാടനകത്തേക്കെല്ലാം കയറി, എല്ലാ ആൾക്കാരും കയറിയതിന് ശേഷം നമ്മളും കയറി. എൻട്രൻസ് എല്ലാം നല്ല രീതിയിൽ തന്നെ ഡെക്കറേഷൻ ബൾബ് കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. പരിപാടി എന്താണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടില്ല എല്ലാവർക്കും. ഫ്ലവർ ഷോ ആണ്. വെറും ഫ്ലവർ ഷോ അല്ല, ഊട്ടി മോഡൽ ഫ്ലവർ ഷോ. അത് നമ്മുടെ മലപ്പുറം ജില്ലയിൽ കോട്ടക്കൽ പുത്തൂർ ബൈപ്പാസ് ഗ്രൗണ്ടില്ലേ, അവിടെയാണ് ഈ പരിപാടി നടന്നിട്ടുണ്ടായത്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെയാണ്, ഒരു ഊട്ടി മോഡൽ തന്നെയാണ് ഫ്ലവർ ഷോ എന്ന് പറയുന്നത്. നമ്മൾ ഈ ഓണത്തിനെല്ലാം പൂക്കൾ ഇടൂലേ, അതിന് കളങ്ങളൊക്കെ വരക്കൂലേ, അതുപോലെയാണ് അവർ ആ പൂ ചെടികളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കുറച്ച് നല്ല നല്ല ദൃശ്യങ്ങളൊന്ന് കണ്ടാലോ നമുക്ക്? പിന്നെ ഇതിൽ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ സെൽഫി പോയിന്റ്. ഇതുപോലുള്ള സെൽഫി പോയിന്റുകളാണ്. അതും ഒരു പ്രത്യേക ആകർഷണം. അതിൻ്റെ സൈഡിലെല്ലാം ചെടികളെ കൊണ്ട് അലങ്കരിച്ച് വെച്ചുകൊണ്ട് നല്ല ഭംഗിയുണ്ട്. ഫോട്ടോ എടുക്കാനുള്ള നല്ല ഭംഗിയുണ്ട്. ഇതാണ് അതിൻ്റെ ഫുൾ വ്യൂ എന്ന് പറയുന്നത്. ഇത് ഈ ഏരിയ മൊത്തത്തിലാണ്. അവർ മുകളിലെല്ലാം പച്ച പായ കൊണ്ട് കെട്ടിയതുകൊണ്ട് വെയിലും കിടക്കില്ല. ഉള്ളിൽ സ്വസ്ഥമായിട്ട് നമുക്ക് നടന്ന് എല്ലാം കാണാൻ പറ്റും. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമ്മളെല്ലാം വിചാരിക്കും ഇത് വലിയൊരു ഏക്കർ കണക്കിന് സ്ഥലത്ത് ചെയ്തതായിട്ടൊക്കെ നമുക്ക് തോന്നും. പക്ഷെ അതല്ല, ഒരു ചെറിയൊരു ഗ്രൗണ്ടിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സംഭവം ഇത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഊട്ടി മോഡൽ ഫ്ലവർ ഷോ എന്നവർ വിശേഷിപ്പിച്ചത്. കൊള്ളാലോ ഗഡിയേ. ഇങ്ങനെ ഒരു ആശ്ചര്യമായിരിക്കും ഈ ഏരിയയിലെത്തുമ്പോൾ എല്ലാവരും മനസ്സിലുണ്ടാവുക. കൃത്രിമമായി ഉണ്ടാക്കിയിട്ടുള്ള തടാകവും പിന്നെ അതിൻ്റെ നടുക്കൂട്ട പൊന്ത് വരുന്ന വെള്ളവും കൂടാണ്ട് അതിന് ചുറ്റിലും മറ്റേ ഇല ചെടികളും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു സീനാകുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് ഊട്ടിയിലുള്ള ഫ്ലവർ ഷോ തന്നെയായിരിക്കും അല്ലേ. ഏത് ഫ്ലവർ ഷോ ആയാലും അവിടെ തലയുയർത്തി നിൽക്കുന്നത് എന്നും റോസാ ചെടികൾ തന്നെയായിരിക്കും. ഇതുപോലെ അല്ലേ.
വെറൊരു ഫ്ലവർ ഷോ മാത്രമായിരുന്നില്ല, സ്റ്റാളുകൾ, ഫുഡ് കോർട്ട്, അതുപോലെ കുട്ടികൾക്കുള്ള എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമുകൾ, അങ്ങനെ പല സംഭവങ്ങൾ അവർ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കാഴ്ചകളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ പുതിയ ഫെസ്റ്റിവലായിട്ട് നമുക്ക് വീണ്ടും കാണാം.